എല്ലാവർക്കും വേഗം വരുന്നവനായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. എന്ന പകൽക്കാലം ഇപ്രകാരം ദൈവത്തിൻ്റെ വചനവുമായിട്ട് നിൽപ്പാൻ ദൈവം സഹായിക്കുന്ന വലിയ കൃപയോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവം വിശ്വസ്തനാണ്. ഹല്ലേലൂയ. നമ്മളിവിടെ വന്നിരിക്കുന്ന എല്ലാവരോടും ചോദിച്ചാൽ ദൈവം നമ്മുടെ ജീവിതത്തിൽ ചെയ്ത എന്തെങ്കിലുമൊക്കെ നമുക്ക് പറയുവാനായിട്ടുണ്ട്. ഇവിടെ പ്രത്യേകിച്ച് നമ്മൾ സാക്ഷ്യം പറയുന്നില്ലെങ്കിലും നമ്മളോട് പറഞ്ഞാൽ നമുക്കെല്ലാം പറയുവാൻ എന്തെങ്കിലുമൊക്കെ കാണും. കാരണം ദൈവം എന്തെങ്കിലും നമ്മുടെ ജീവിതത്തിൽ തീർച്ചയായിട്ടും കഴിഞ്ഞ ആഴ്ചക്കാലം അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ചെയ്തിട്ടുണ്ട്. ഹല്ലേലൂയ. ദൈവം എപ്പോഴും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. ഇന്ന് ദൈവസന്നിധി നമ്മളായിരിക്കുമ്പോൾ ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുള്ളൊരു കാര്യം, നമ്മൾ എല്ലാവരും എന്തെങ്കിലുമൊക്കെ തരത്തിലുള്ള കഷ്ടതകളിലൂടെ കടന്നു പോകാറുണ്ട്. പ്രയാസങ്ങൾ, പ്രതിസന്ധികളൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഒരുപക്ഷെ എല്ലാവരും ഒരേപോലത്തെ കഷ്ടതകളിലൂടെ അല്ലായിരിക്കും പോകുന്നത്. എന്നാൽ എന്തെങ്കിലുമൊക്കെ പ്രയാസങ്ങൾ നമ്മുടെയൊക്കെയും ജീവിതത്തിലുണ്ടാകാം. അപ്പോൾ പലപ്പോഴും ആൾക്കാർ ചോദിക്കാറുണ്ട്, എന്തുകൊണ്ട് ഇതെൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്നു. ഞാനിങ്ങനെ ചിന്തിച്ചപ്പോൾ എൻ്റെ ലൈഫിലും ഞാൻ ഒരുപാട് കഷ്ടതകളിലൂടെ കടന്നുപോയ ഒരാളാണ്. അപ്പോൾ ഞാൻ ചിന്തിച്ചപ്പോൾ എനിക്ക് ഒരു കാര്യം ദൈവം മനസ്സിലാക്കി തന്നത്, പലപ്പോഴും ഈ ലോകം നമ്മുടെ വീടായിട്ട് നമുക്ക് ഫീൽ ചെയ്യാറുണ്ട്. നമുക്ക് തോന്നാറുണ്ട് ഇതെൻ്റെ വീടാണ്, ഇവിടെ ഞാൻ സ്ഥിരമായിട്ട് താമസിക്കും എന്ന് നമ്മൾ ചിന്തിക്കുന്നില്ലെങ്കിലും ഒരിക്കലും നമ്മൾ മരണത്തെക്കുറിച്ചോ അല്ലെങ്കിൽ ദൈവസന്നിധിയിൽ പോകുന്നതിനെക്കുറിച്ചോ വളരെ ചുരുക്കമായിട്ടാണ് നമ്മൾ ചിന്തിക്കാറുള്ളത്. എൻ്റെ ജീവിതത്തിൽ ഞാൻ ചിന്തിക്കാറുണ്ടായിരുന്നത്, എനിക്കറിയത്തില്ല മറ്റുള്ളവരുടെ കാര്യം. അപ്പോൾ ഈ കഷ്ടതകളും പ്രയാസങ്ങളൊക്കെ ജീവിതത്തിൽ വരുമ്പോൾ നമുക്കൊരു ഫീലിംഗ് തോന്നും, ഇത് ഇവിടം കൊണ്ട് ഇത് തീരും, എനിക്ക് ഇവിടെ അല്ല, വേറൊരു വീടുണ്ട്, ആ വീട്ടിലേക്ക് പോകാനായിട്ട് എനിക്ക് ഒരു ചാൻസ് ഉണ്ട്. അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഓരോ രോഗങ്ങൾ കടന്നു വരുമ്പോൾ നമ്മുടെ ശരീരത്തിലെ ഓരോ അവയവങ്ങൾക്ക് ഓരോ കേടുപാട് സംഭവിക്കുന്നുണ്ട്. ഈവൻ ഒരു പല്ല് നഷ്ടപ്പെടുമ്പോഴും നമുക്ക് ഭയങ്കര വിഷമമാണ്. കാരണം പക്ഷേ അതൊരു റിമൈൻഡറാണ് ദൈവം നമ്മളെ ഓർപ്പിക്കുന്നത്, ദ ഡീകേ സ്റ്റാർട്ടഡ്, നമ്മുടെ ലൈഫ് തീരുവാണ്. അതിൻ്റെ സ്റ്റാർട്ടിങ് അത് എപ്പോഴാണെന്ന് അറിയാൻ പറ്റത്തില്ല, ഏത് സമയത്തോ സംഭവിക്കാം. ചിലപ്പോൾ കഴിഞ്ഞ ആഴ്ച ഒരാളുടെ സാക്ഷ്യം ഞാൻ കേട്ട് 17 ഇയേഴ്സിലാണ് അദ്ദേഹത്തിന്, ഇവിടെ ഈ ചർച്ചിലുള്ള അദ്ദേഹത്തിന് ഡയബറ്റീസാണ്. അപ്പം ഡയബറ്റീസൊക്കെ വരുമ്പോഴത്തേക്കും പെട്ടെന്ന് നമ്മൾ ചിന്തിക്കും മൈ ലൈഫ് ഈസ് ഗോയിങ് ടു ഫിനിഷ്, അല്ലെങ്കിൽ നമ്മൾ ചിന്തിക്കും എൻ്റെ ജീവിതത്തിൻ്റെ ആ എൻഡ് ആരംഭിക്കുകയാണ്. അപ്പം ദൈവം നമ്മളെ റിമൈൻഡ് ചെയ്യുന്നത് ഈ ലോകം നമ്മുടെ വീടല്ല, നമുക്കൊരു നിത്യമായ വീട് ദൈവം ഒരുക്കുന്നുണ്ട്. നമ്മുടെ ദൈവത്തിൻ്റെ വചനം ഇന്ന് പകൽക്കാലത്തെ അല്പസമയത്തെ ചിന്തയ്ക്ക് വേണ്ടി ഞാനൊരു വചനം വായിക്കുവാൻ ആഗ്രഹിക്കുന്നു. ഫിലിപ്പിയ ലേഖനം അതിൻ്റെ 3-ാം അധ്യായം 20-ാം വാക്യം. ഫിലിപ്പിയ ലേഖനം 3-ാം അധ്യായം 20-ാം വാക്യം. നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാകുന്നു, അവിടെ നിന്ന് കർത്താവായ യേശുക്രിസ്തു രക്ഷിതാവായി വരും എന്ന് നാം കാത്തിരിക്കുന്നു. ഇവിടെ ഈ വചനത്തിൽ പറയുന്നത് നമ്മുടെ പൗരത്വം സ്വർഗത്തിലാണ്, അവിടെ നിന്ന് നമ്മുടെ രക്ഷിതാവായ യേശുക്രിസ്തു വരുമെന്ന് നാം കാത്തിരിക്കുന്നു. അപ്പോൾ നമ്മൾ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ നമുക്ക് ഈ ലോകത്തിലൊരു പൗരത്വമുണ്ട്. നമ്മൾ ഒരുപക്ഷെ ഇന്ത്യൻ പൗരനായിരിക്കാം, ഒരുപക്ഷെ മറ്റേതെങ്കിലും രാജ്യത്തിൻ്റെ പൗരനായിരിക്കാം. എന്നാൽ അതോടൊപ്പം തന്നെ നമ്മൾ യേശുക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിക്കുമ്പോൾ ഈ ദൈവരാജ്യത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ നമുക്കൊരു പുതിയ പൗരത്വം കൂടെ ദൈവം നമുക്ക് തരികയാണ്. നമ്മൾ ദൈവരാജ്യത്തിൻ്റെ പൗരനാണ്. ഹല്ലേലൂയ. ആ പൗരത്വത്തെക്കുറിച്ച് എപ്പോഴും നമുക്കൊരു ബോധമുണ്ടാകേണ്ടത് ആവശ്യമാണ്. നമ്മൾ മലയാളികൾ പ്രത്യേകിച്ച് ലോകത്തിൽ എവിടെ പോയാലും ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. ആർക്കെങ്കിലും പറയാമോ? മലയാളികൾ പരസ്പരം കാണുമ്പോൾ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. ഏതാണ്? നാട്ടിലെവിടെയാണ്? അപ്പോൾ എൻ്റെ ഹിന്ദി ഫ്രണ്ട്സൊക്കെ ഇങ്ങനെ കളിയാക്കും, നിങ്ങൾക്കൊരു കോഡ് ഭാഷയുണ്ടല്ലോ, എന്താണത്? നാട്ടിലെവിടെയാണ്? അപ്പോൾ അവർ പറയും നാട്ടിലെവിടെയാണെന്ന് ചോദിച്ചാൽ പിന്നെ അയാൾ നോക്കണ്ട, അയാൾ ഇനി പിന്നെ ഹിന്ദി സംസാരിക്കാൻ പോകുന്നില്ല, അയാൾ വേറൊരു ഭാഷ സംസാരിക്കാൻ പോകുന്നില്ല, ഒരുപാട് കാലം പരിചയമുള്ള പോലെ സംസാരിക്കാൻ തുടങ്ങും. അപ്പോൾ നമുക്കെല്ലാം ഒരു ഐഡൻറ്റിറ്റി ഉണ്ട്. നമ്മൾ ഈ ലോകത്തിൽ നമ്മൾ ആയിരിക്കുമ്പോൾ നമ്മളെപ്പോഴും ചിന്തിക്കുന്നത് നമുക്കൊരു പ്രത്യേകിച്ച് മലയാളികൾക്കൊരിതുണ്ട്, ഞാൻ മലയാളിയാണ്. നമ്മൾ എവിടെ പോയാലും മലയാളികൾക്കൊരു പ്രത്യേക ഒരു സ്നേഹമുണ്ട്, പരസ്പരം കാണുമ്പോഴും ആ ഒരു സത്വത്തെക്കുറിച്ചുള്ള ബോധം കൂടുതലുള്ളവരാണ് മലയാളികളെന്ന് പറയുന്നത്. എന്നാൽ ഈ ലോകത്ത് ഒരുപാട് ആളുകൾ സ്വന്തം നാട് വിട്ട് പല രാജ്യങ്ങളിൽ താമസിക്കുന്നവരുണ്ട്. ഇപ്പോൾ നമുക്കറിയാം, യുദ്ധം നടക്കുമ്പോൾ ലെബനൻ അങ്ങനെയുള്ള രാജ്യങ്ങളിൽ അവർ അഭയാർത്ഥികളായിട്ട് പല രാജ്യത്ത് പോയി താമസിക്കുകയാണ്. അപ്പോൾ അവരുടെ മനസ്സിൽ എപ്പോഴും ചിന്തയെന്ന് പറഞ്ഞാൽ എന്ന് എൻ്റെ വീട്ടിലോട്ട് എനിക്ക് തിരിച്ചു പോകാൻ പറ്റും. ഇപ്പോൾ നമുക്ക് തന്നെ അറിയാം, നമ്മുടെ കേരളത്തിൽ നിന്ന് അനേക ആളുകൾ പ്രവാസികളായിട്ട് പല രാജ്യത്തും താമസിക്കാറുണ്ട്. അപ്പോൾ അവർക്കൊക്കെയും ചിന്തയെന്ന് പറഞ്ഞാൽ എന്ന് ഞാൻ തിരിച്ചെൻ്റെ വീട്ടിലേക്ക് എത്തിച്ചേരും. അപ്പം എപ്പോഴും ഈ ലോകത്ത് നമ്മൾ 2 തരത്തിലുള്ള ഒരു പൗരത്വത്തെക്കുറിച്ച് കാണുവാൻ കഴിയും. അതോടൊപ്പം തന്നെ നമ്മൾ എപ്പോഴും ഈ ലോകത്തായിരിക്കുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത് നമ്മൾ ഈ ലോകത്തിനുള്ളവരല്ല, നമ്മുടെ പൗരത്വം എവിടെയാണ്? സ്വർഗത്തിലാണ്. അത് എപ്പോഴും നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മൾ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ നമ്മുടെ ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത്, ഈ ലോകത്തിൽ നമുക്കൊരു ഐഡൻറ്റിറ്റി ഉള്ളപ്പോൾ തന്നെ ഒരു സ്വർഗീയമായ ഐഡൻറ്റിറ്റി ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എവിടേക്കാണ് പോകുന്നത്? ഇപ്പോൾ നമ്മളായിരിക്കുന്നത് എവിടെയാണ്?
ഇതൊക്കെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു ആവശ്യമാണ്. നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്, നമ്മൾ ആരാണ്, നമ്മൾ എവിടെ നിന്ന് വന്നു, നമ്മൾ എങ്ങോട്ട് പോകുന്നു, ഇപ്പോൾ നമ്മൾ ആയിരിക്കുന്നിടത്ത് നമ്മുടെ ഉത്തരവാദിത്വം എന്താണ്. അപ്പോൾ ഇന്ന് പകൽക്കാലം നമ്മൾ അല്പസമയം ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് ചിന്തിക്കുമ്പോൾ, നമ്മൾ പരദേശികളായിട്ട് ഈ ലോകത്ത് താമസിക്കുമ്പോൾ ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് എന്താണ്, എന്തിനു വേണ്ടിയാണ് ദൈവം നമ്മളെ ഈ ലോകത്താക്കി വെച്ചിരിക്കുന്നത്. ഞാൻ എപ്പോഴും ഒരു കാര്യം പറയാറുണ്ട്, ഒരു 2 റീസൺ കൊണ്ടാണ് നമ്മൾ ഈ ലോകത്ത് ജീവിക്കുന്നത്. നമ്മൾ രക്ഷിക്കപ്പെട്ട ഉടനെ യേശുവിൻ്റെ അടുക്കലേക്ക് കൊണ്ടുപോകാമായിരുന്നു. അപ്പോൾ പലപ്പോഴും ആൾക്കാർ ചോദിക്കാറുണ്ട്, രക്ഷിക്കപ്പെട്ടിട്ട് എന്നെ എന്തുകൊണ്ടാണ് വീണ്ടും ഈ ലോകത്ത് ഇട്ടിരിക്കുന്നത്, ഈ കഷ്ടതകളും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും വീണ്ടും പല പല പ്രശ്നങ്ങൾ, അപ്പോഴങ്ങ് കൊണ്ടുപോയിരുന്നെങ്കിൽ എളുപ്പമാകുമായിരുന്നല്ലോ. എന്നാൽ 2 കാര്യം കൊണ്ടാണ് ദൈവം നമ്മളെ ഇവിടെ ആക്കി വെച്ചിരിക്കുന്നത്. ഒന്ന്, ദൈവം നമ്മളെ ഒരുക്കുകയാണ്. നമ്മുടെ ഒരുക്കം കംപ്ലീറ്റ് ആയിട്ടില്ല. ദൈവത്തിൻ്റെ സന്നിധിയിൽ എത്തുവാൻ വേണ്ടി നമ്മളെ ദൈവം ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ ദിവസവും ദൈവം നമ്മളെ ആ വിശുദ്ധീകരണത്തിലേക്ക് നയിച്ചുകൊണ്ടിരിക്കുകയാണ്. രക്ഷയ്ക്കൊരു 3 ഭാഗമുണ്ട്, നമുക്കറിയാൻ കഴിയും. നീതീകരണം, വിശുദ്ധീകരണം, അതുപോലെ മഹത്വീകരണം. അപ്പം ദൈവം നമ്മളെ വിശുദ്ധീകരണത്തിലൂടെ ഓരോ ദിവസവും നടത്തി നമ്മളെ ആ മഹത്വീകരണത്തിലേക്ക് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനുവേണ്ടിയാണ് ദൈവം നമ്മളെ ഈ ലോകത്ത് ആക്കി വെച്ചിരിക്കുന്നത്, നമ്മളെ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, നമുക്ക് ഈ ലോകത്ത് ചിലത് ചെയ്തെടുക്കുവാനായിട്ടുണ്ട്. അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്, വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോട് ആയിരിക്കുന്നത് എനിക്ക് ഏറെ ഇഷ്ടം, അതാണ് ഞാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്നത്. എന്നാൽ നിങ്ങൾക്ക് വേണ്ടി, നിങ്ങളെ നേടുവാൻ അല്ലെങ്കിൽ നിങ്ങൾക്ക് ചില നന്മയുണ്ടാകുവാൻ വേണ്ടി ഞാൻ ഈ ലോകത്ത് ആയിരിക്കുവാനും ഇഷ്ടപ്പെടുന്നു. 2 ഞാൻ ഞെരുങ്ങുന്നുവെന്ന് അപ്പോസ്തലനായ പൗലോസ് പറയുകയാണ്. അതായത് നമ്മളെ ഈ ലോകത്താക്കി വെച്ചിരിക്കുന്ന 2 ഉദ്ദേശമുണ്ട്. ഒന്ന്, ദൈവം നമ്മളെ ഒരുക്കിക്കൊണ്ടിരിക്കുന്നു. 2, ഈ ലോകത്ത് ചില ഉത്തരവാദിത്തങ്ങൾ നമുക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. ദൈവം നമ്മളെ വിളിച്ച ആ വേല നമ്മൾ പൂർത്തീകരിക്കുവാൻ വേണ്ടിയാണ് ദൈവം നമ്മളെ ഈ ലോകത്താക്കി വെച്ചിരിക്കുന്നത്. നമ്മൾ ഐഡിയലായിട്ട് ഇവിടെ ഇരിക്കുന്നില്ല. നമ്മൾ ഓരോരുത്തരും ഇവിടെ ഇരിക്കുമ്പോൾ ഒരുപക്ഷെ നിങ്ങൾക്ക് വെളിയിൽ കടന്നുപോയി സുവിശേഷം പറയാനുള്ള കഴിവുണ്ടായിരിക്കത്തില്ല. എന്നാൽ നിങ്ങളായിരിക്കുന്ന ഇടങ്ങളിൽ ചിലത് ചെയ്യുവാൻ ദൈവം നിങ്ങളെക്കുറിച്ച് ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളിലൂടെ ചില കാര്യങ്ങൾ ചെയ്തെടുക്കുവാനാണ് ദൈവത്തിന് നമ്മളെക്കുറിച്ചുള്ള ഉദ്ദേശമെന്ന് പറയുന്നത്. 2 കൊരിന്ത്യ ലേഖനം അതിൻ്റെ 5-ാം അധ്യായം 1 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ ഇപ്രകാരം എഴുതിയിരിക്കുന്നു: കൂടാരമായ ഞങ്ങളുടെ ഭൗമഭവനം അഴിഞ്ഞുപോയാൽ കൈപ്പണിയല്ലാത്ത നിത്യഭവനമായി ദൈവത്തിൻ്റെ ദാനമായൊരു കെട്ടിടം ഞങ്ങൾക്ക് സ്വർഗത്തിൽ ഉണ്ടെന്ന് അറിയുന്നു. ഈ കൂടാരത്തിൽ ഞരങ്ങിക്കൊണ്ട് ഞങ്ങൾ നഗ്നരായിട്ടല്ല ഉടുപ്പുള്ളവരായിട്ടിരിക്കുന്നു എങ്കിൽ സ്വർഗീയമായ ഞങ്ങളുടെ പാർപ്പിടം അതിനു മീതെ ധരിപ്പാൻ വാഞ്ചിക്കുന്നു. ഉരുവാനല്ല, മർത്യമായത് ജീവനാൽ നീങ്ങിപ്പോകേണ്ടതിന് മീതെ ഉടുപ്പാൻ ഇച്ഛിക്കിയാൽ ഞങ്ങൾ ഈ കൂടാരത്തിൽ ഇരിക്കുന്നിടത്തോളം ഭാരപ്പെട്ട് ഞരങ്ങുന്നു. അതിനായി ഞങ്ങളെ ഒരുക്കിയത് ആത്മാവിനെ അച്ചാരമായി തന്നിരിക്കുന്ന ദൈവം തന്നെ. ആകയാൽ ഞങ്ങൾ എല്ലായ്പ്പോഴും ധൈര്യപ്പെട്ടും ശരീരത്തിൽ വസിക്കുമ്പോഴൊക്കെയും കർത്താവിനോട് അകന്ന് പരദേശികളായിരിക്കുന്നുവെന്ന് അറിയുന്നു. കാഴ്ചയാലല്ല, വിശ്വാസത്താൽ അത്രേ ഞങ്ങൾ നടക്കുന്നത്. ഇങ്ങനെ ഞങ്ങൾ ധൈര്യപ്പെട്ട് ശരീരം വിട്ട് കർത്താവിനോട് കൂടെ വസിപ്പാൻ അധികം ഇഷ്ടപ്പെടുന്നു. ഈ വാക്യത്തിൽ വീണ്ടും ഊന്നി പറയുകയാണ്, നമ്മൾ ഈ ലോകത്ത് പരദേശികളായിട്ട് ജീവിക്കുകയാണ്. നമ്മൾ ജീവിക്കുന്ന ഈ ലോകം നമ്മുടേതല്ല. നമ്മൾ ഈ ലോകം വിട്ട് പോകേണ്ടവരാണ്. നമ്മുടെ ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത് നമ്മൾ പരദേശികളാണ്. പിന്നെ എബ്രായ ലേഖനം 11-ാം അധ്യായം 13 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോഴും അവിടെയും നമുക്ക് കാണുവാൻ കഴിയും, ഇവർ എല്ലാവരും വാഗ്ദത്ത നിവൃത്തി പ്രാപിക്കാതെ ദൂരത്തു നിന്ന് അത് കണ്ട് അഭിവന്ദിച്ചും ഭൂമിയിൽ ഞങ്ങൾ അന്യരും പരദേശികളും എന്ന് ഏറ്റുപറഞ്ഞും കൊണ്ട് വിശ്വാസത്തിൽ മരിച്ചു. ഇങ്ങനെ പറയുന്നവർ ഒരു പിതൃദേശം അന്വേഷിക്കുന്നുവെന്ന് കാണിക്കുന്നു. അവർ വിട്ടു പോന്നതിനെ ഓർത്തുവെങ്കിൽ മടങ്ങിപ്പോകുവാൻ ഇടയുണ്ടായിരുന്നുവല്ലോ. അവരോ അധികം നല്ലതിനെ, സ്വർഗീയമായതിനെ തന്നെ കാക്ഷിച്ചിരിക്കുന്നു. ആകയാൽ ദൈവം അവരുടെ ദൈവമെന്ന് വിളിക്കപ്പെടുവാൻ ലജ്ജിക്കുന്നില്ല. ഇവിടെയും നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്, എബ്രായ ലേഖനത്തിൽ വിശ്വാസ വീരന്മാരെക്കുറിച്ച് പറഞ്ഞിട്ട് പറയുകയാണ്, അവരെല്ലാവരും വാഗ്ദത്ത നിവൃത്തി പ്രാപിക്കാതെ ദൂരത്തു നിന്ന് അത് കണ്ട് അഭിമന്ദിച്ചും ഭൂമിയിൽ തങ്ങൾ അന്യരും പരദേശികളുമെന്ന് ഏറ്റുപറഞ്ഞുകൊണ്ട് വിശ്വാസത്തിൽ മരിച്ചു. അപ്പോൾ ഇന്ന് പകൽക്കാലം നമ്മൾ ദൈവത്തിൻ്റെ സന്നിധിയിലായിരിക്കുമ്പോൾ വീണ്ടും നമ്മൾ ഓർമ്മിപ്പിക്കേണ്ട ഒരു കാര്യം, നമ്മൾ അന്യരാണ്, പരദേശികളാണ്. ഈ ലോകം നമുക്കുള്ളതല്ല. ഹല്ലേലൂയ. നമ്മൾ ഒരു ലോകത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ്. യേശു ക്രിസ്തു വരുവാനായിട്ട്, ആ ലോകത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകാനായിട്ട് നമ്മൾ കാത്തിരിക്കുകയാണ്. നമ്മൾ അന്യരും പരദേശികളുമായി ലോകത്തായിരിക്കുമ്പോൾ, നമ്മൾ സ്വർഗീയ സിറ്റിസൺസ് ആയിരിക്കുമ്പോൾ നമ്മുടെ ഉത്തരവാദിത്വം എന്താണ്? നമ്മുടെ ജീവിതത്തിൻ്റെ മുൻഗണനകൾ എന്തൊക്കെയാണ്? പലപ്പോഴും ആൾക്കാരുടെ ഒരു ചിന്തയുണ്ട്, ഞാൻ സ്വർഗത്തിൽ പോകാനിരിക്കുകയാണ്, അതുകൊണ്ട് എനിക്ക് ലോകത്തിൽ ഇനിയും ഒന്നും ചെയ്യേണ്ടതായിട്ടില്ല. എന്നാൽ അങ്ങനെയല്ല. നമുക്ക് ചില ഉത്തരവാദിത്തങ്ങൾ ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. നമ്മൾ ഈ ലോകത്തായിരിക്കുമ്പോൾ എന്തിനാണ് നമ്മൾ മുൻഗണന കൊടുക്കേണ്ടത്? ഒന്നാമതായിട്ട് നമ്മൾ മുൻഗണന കൊടുക്കേണ്ടത് ദൈവരാജ്യത്തിന് നമ്മൾ മുൻഗണന കൊടുക്കേണ്ടത് ആവശ്യമാണ്. നമ്മളായിരിക്കുന്നത് ദൈവത്തിൻ്റെ രാജ്യത്തിലാണ്. മത്തായിയുടെ സുവിശേഷം അതിൻ്റെ 6-ാം അധ്യായം 33-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം.
മുമ്പേ അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിപ്പിൻ, അതോടുകൂടെ ഇതൊക്കെ നിങ്ങൾക്ക് കിട്ടും. നമ്മൾ ഈ ലോകത്തായിരിക്കുമ്പോൾ നമ്മൾ എന്താണ് അന്വേഷിക്കേണ്ടത്? ഇവിടെ ഈ വചനം പറയുകയാണ്, മുമ്പേ അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിപ്പിൻ. ഈ ലോകത്തായിരിക്കുമ്പോൾ നമുക്ക് അനേക ഉത്തരവാദിത്തങ്ങളുണ്ട്. നമുക്ക് നമ്മുടെ ജോലിയുണ്ട്, കുടുംബമുണ്ട്, പഠനമുണ്ട്, ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. എന്നാൽ ദൈവത്തിൻ്റെ വചനം നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്, ഇതിനെല്ലാം മുമ്പേ നമ്മൾ നമ്മുടെ കാര്യങ്ങളൊക്കെയും ചെയ്യുന്നതിന് മുമ്പേ നമ്മൾ എന്താണ് അന്വേഷിക്കേണ്ടത്? ദൈവത്തിൻ്റെ രാജ്യം. ദൈവത്തിൻ്റെ രാജ്യമായിരിക്കണം നമ്മുടെ ഏറ്റവും വലിയ മുൻഗണന. യേശു ശിഷ്യന്മാരെ പലപ്പോഴും ഈ ഇതിനെക്കുറിച്ച് ബോധവാന്മാരാക്കാറുണ്ടായിരുന്നു. കാരണം നമ്മൾ ഈ ലോകത്ത് ജീവിക്കുമ്പോൾ പലപ്പോഴും നമ്മുടെ ജോലികളിലും പല കാര്യങ്ങളിലും തിരക്കിലകപ്പെട്ട് ഇതിനെക്കുറിച്ച് മറന്നു പോകാനുള്ള ഒരു സാധ്യതയുണ്ട്. കാരണം അത്രമാത്രം തിരക്കുള്ള ഒരു ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്, അത്രമാത്രം ഡിസ്ട്രാക്ഷനുള്ള ഒരു ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. കഴിഞ്ഞ കാലങ്ങളിലെക്കാട്ടിലും വളരെ പെട്ടെന്ന് നമ്മൾ ഡിസ്ട്രാക്റ്റഡായി പോകുന്ന ഒരു ലോകത്തിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ദൈവത്തിൻ്റെ വചനം എപ്പോഴും നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്, നമ്മൾ മറ്റെന്ത് കാര്യത്തെക്കാട്ടിലും ദൈവരാജ്യത്തിന് മുൻഗണന നമ്മൾ നമ്മുടെ ജീവിതത്തിൽ കൊടുക്കേണ്ടത് ആവശ്യമാണ്. അത് മാത്രമല്ല, യേശു പ്രാർത്ഥിപ്പാൻ പഠിപ്പിച്ചപ്പോൾ മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം 9-10 വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ യേശു പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുന്നത്, നിന്റെ നാമം വിശുദ്ധീകരിക്കപ്പെടണമേ, നിന്റെ രാജ്യം വരണമേ. ദൈവത്തിൻ്റെ രാജ്യം വരുവാൻ ഓരോ ദിവസവും നമ്മുടെ പ്രാർത്ഥനയുടെ ഏറ്റവും വലിയ മുൻഗണന എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ രാജ്യത്തിന് വേണ്ടി ആയിരിക്കണം. ദൈവത്തിൻ്റെ രാജ്യം അത് ഒരു മൊത്തത്തിൽ വരുന്നതിനെക്കുറിച്ച് മാത്രമല്ല, നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ രാജ്യമെന്ന് പറയുമ്പോൾ ഒരു ഭരണം. നമ്മളെ ആരാണ് ഭരിക്കുന്നത്? നമ്മൾ തന്നെയാണോ നമ്മൾ ഭരിക്കുന്നത്? നമ്മൾ തന്നെയാണോ നമ്മുടെ തീരുമാനങ്ങൾ എടുക്കുന്നത്? അതോ ദൈവത്തെ ഭരിക്കുവാൻ വേണ്ടി നമ്മൾ അനുവദിക്കുന്നുണ്ടോ? നമ്മുടെ ജീവിതത്തിൽ യഥാർത്ഥമായിട്ട് ദൈവരാജ്യത്തിന് വേണ്ടി നമ്മൾ കാത്തിരിക്കുന്നുണ്ടോ? ഓരോ ദിവസവും നമ്മൾ എഴുന്നേൽക്കുമ്പോൾ നമ്മൾ ആദ്യം പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥന, ദൈവമേ അങ്ങയുടെ രാജ്യം വരണമെന്നാണ്. യേശു നമ്മളെ പ്രാർത്ഥിക്കുവാൻ പഠിപ്പിച്ച, പലപ്പോഴും നമ്മൾ പെന്തക്കോസ്തുകാരായിട്ടുള്ള ആൾക്കാർ ആ പ്രാർത്ഥന ചൊല്ലാറില്ല. എന്നാലും ഈ പ്രാർത്ഥന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പ്രാർത്ഥനയാണ്. യേശു പഠിപ്പിച്ച പ്രാർത്ഥന ആയതുകൊണ്ട് തന്നെ നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ ആ ദൈവരാജ്യം വരുവാനായിട്ട് നമ്മൾ പ്രാർത്ഥിക്കേണ്ടതും അതിനുവേണ്ടി ഒരുങ്ങേണ്ടതും വളരെ അത്യാവശ്യമാണ്. ഹല്ലേലൂയ. മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം 25 മുതൽ 33 വരെ വായിക്കുമ്പോൾ യേശു പല കാര്യങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. നമ്മുടെ വിചാരങ്ങൾ എന്തിനെക്കുറിച്ചൊക്കെ നമ്മൾ വിചാരപ്പെട്ടുകൊണ്ടിരിക്കുന്നു. കാരണം ദൈവരാജ്യത്തെക്കുറിച്ചൊക്കെ മറന്നു പോകാനുള്ള സാധ്യത എന്ന് പറയുന്നത് ഈ ലോകത്തിൽ നമ്മൾ എന്ത് തിന്നും, എന്ത് കുടിക്കും, എങ്ങനെ ജീവിക്കും. കാരണം ഇതൊക്കെയും നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങളാണ്. എന്നാൽ ഈ ആവശ്യമുള്ള കാര്യങ്ങളാണ് നമുക്ക് അത്യാവശ്യമുള്ള ആ ദൈവരാജ്യത്തിൽ നിന്ന് നമ്മളെ അകറ്റിക്കൊണ്ടു പോകുന്നത്. ഇന്ന് പകൽക്കാലം നമ്മൾ ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ, നമ്മൾ ദൈവരാജ്യത്തിൻ്റെ പൗരന്മാരായിരിക്കുമ്പോൾ, ഒന്നാമതായിട്ട് നമ്മൾ ചിന്തിക്കേണ്ടത് നമ്മുടെ ജീവിതത്തിൽ ദൈവരാജ്യത്തിന് നമ്മൾ എത്രമാത്രം പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. രണ്ടാമതായിട്ട്, നമ്മളൊരു അന്യദേശത്ത് ആണ് ആയിരിക്കുന്നത്. നമ്മൾക്ക് ഈ ലോകം നമ്മുടേതല്ല. നമ്മളൊരു ലോകത്തിന് വേണ്ടി നോക്കി പാർക്കുകയാണ്. നമ്മൾ സ്വർഗരാജ്യത്തിൻ്റെ പൗരന്മാരാണ്. അങ്ങനെ ആയിരിക്കുമ്പോൾ അന്യരാജ്യത്ത് നമ്മൾ എങ്ങനെ പെരുമാറേണ്ടത് ആവശ്യമാണ്. നമുക്കൊരു പെരുമാറ്റ ചട്ടമുണ്ട് ഈ ലോകത്ത് നമ്മൾ ജീവിക്കുമ്പോൾ. നമ്മൾ ലോകത്തിലുള്ള മറ്റുള്ളവർ പെരുമാറുന്നത് പോലെ അല്ല പെരുമാറേണ്ടത്. നമ്മൾ യിരെമ്യാ പ്രവാചകൻ്റെ പുസ്തകം അതിൻ്റെ 29-ാമത്തെ അധ്യായം 4 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ, ആരെങ്കിലും പെട്ടെന്ന് വായിക്കാം, നമുക്ക് സമയം വളരെ കുറവാണ്. യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 29-ന്റെ 4 മുതൽ 7 വരെ. ഇസ്രായേലിൻ്റെ ദൈവമായ സൈന്യങ്ങളുടെ യഹോവ താൻ യെരൂശലേമിൽ നിന്ന് ബാബേലിലേക്ക് പിടിച്ചു കൊണ്ടുപോകുമാറാക്കിയ സകല ബദ്ധന്മാരോടും ഇപ്രകാരം അരുളി ചെയ്യുന്നു: നിങ്ങൾ വീടുകളെ പണിത് പാർപ്പിൻ, തോട്ടങ്ങളെ ഉണ്ടാക്കി ഫലം അനുഭവിപ്പിൻ, ഭാര്യമാരെ പരിഗ്രഹിച്ച് പുത്രന്മാരെയും പുത്രിമാരെയും ജനിപ്പിപ്പിൻ. നിങ്ങൾ അവിടെ കുറഞ്ഞു പോകാതെ പെരുകേണ്ടതിന് പുത്രന്മാർക്ക് ഭാര്യമാരെ എടുക്കുകയും പുത്രിമാരെ പുരുഷന്മാർക്ക് കൊടുക്കുകയും ചെയ്യുവിൻ. മതി. അതിൻ്റെ 7-ാമത്തെ വാക്യത്തിൽ ഇപ്രകാരമാണ് എഴുതിയിരിക്കുന്നത്: ഞാൻ നിങ്ങളെ നാട് കടത്തിയ നഗരത്തിൻ്റെ ക്ഷേമം അന്വേഷിച്ച് അതിനായി കർത്താവിനോട് പ്രാർത്ഥിക്കുക, കാരണം അതിൻ്റെ ക്ഷേമത്തിൽ നിങ്ങൾ നിങ്ങളുടെ ക്ഷേമം കണ്ടെത്തും. ഇവിടെ നമ്മൾ കാണുവാൻ കഴിയുന്നത്, ഇസ്രായേൽ മക്കൾ പ്രവാസികളായിട്ട് ബാബേലിലേക്ക് കടന്നുപോയി കഴിഞ്ഞപ്പോൾ യിരെമ്യാ പ്രവാചകൻ തൻ്റെ പ്രവചനം അവരെ അറിയിക്കുന്നതാണ്: നിങ്ങൾ ആയിരിക്കുന്ന ദേശത്ത് നിങ്ങൾ ആ ദേശത്തിന് വേണ്ടി എന്ത് ചെയ്യണം? ആ ദേശത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. ആ ദേശത്തിൻ്റെ ക്ഷേമം നിങ്ങൾ അന്വേഷിക്കണം. അന്വേഷിച്ച് അതിനായി കർത്താവിനോട് പ്രാർത്ഥിക്കുക, കാരണം അതിൻ്റെ ക്ഷേമത്തിൽ നിങ്ങളുടെ ക്ഷേമവും കണ്ടെത്തും. നമ്മളെ ഈ ലോകത്താക്കി വെച്ചിരിക്കുമ്പോൾ പലപ്പോഴും നമ്മൾ ചിന്തിക്കാറുണ്ട്, നമ്മൾ എന്തിനാണ് ഈ ലോകത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നത്? അവിശ്വാസികൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിച്ചിട്ട് എന്ത് കിട്ടാനാണ്? ഈ സർക്കാരിന് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് നമുക്ക് എന്ത് ഗുണം? അവർ നമുക്ക് അനുകൂലമല്ലല്ലോ. ഇങ്ങനെയൊക്കെ നമ്മൾ പലപ്പോഴും ചിന്തിക്കാറുണ്ട്. എന്നാൽ ഇവിടെ ഈ ഇസ്രായേൽ മക്കൾ ആയിരിക്കുന്ന സ്ഥലമെന്ന് പറയുന്നത് അവരുടെ ദേവാലയം നശിപ്പിച്ച് അവരുടെ ബന്ധുമിത്രാദികളെയും അവരുടെ എല്ലാം പിടിച്ചുകൊണ്ട് പോയ ഒരു ജാതികളുടെ മധ്യത്തിൽ
ലോകത്തിൽ അവിടെ ആയിരിക്കുമ്പോൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും അവർക്ക് നന്മയുണ്ടാകുവാനുമാണ് ദൈവം അവരോട് പറയുന്നത്. ഇന്ന് നമ്മൾ ജീവിക്കുന്ന ഈ ലോകം ഒരുപക്ഷെ നമുക്ക് വിരോധമായി ചിന്തിക്കുന്നവരായിരിക്കാം, നമുക്ക് എതിരായിട്ടുള്ളവരായിരിക്കാം. എന്നാൽ ഈ ലോകത്തിൽ നമ്മളായിരിക്കുമ്പോൾ നമ്മൾ സ്വർഗീയ പൗരന്മാരായിരിക്കുന്നത് കൊണ്ട് ഈ ലോകക്കാരെ പോലെ അല്ല, മറിച്ച് സ്വർഗീയ പൗരന്മാരായിരിക്കുന്നത് കൊണ്ട് അവരുടെ നന്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും അവർക്ക് വേണ്ടി ദൈവത്തിൻ്റെ സന്നിധിയിൽ നിൽക്കുവാനും ദൈവം നമ്മളെ വിളിച്ചിരിക്കുകയാണ്. ഹല്ലേലൂയ. നമ്മുടെ സ്വഭാവം ക്രിസ്തുയേശുവിൻ്റെ സ്വഭാവം പോലെ ആകേണ്ടത് ആവശ്യമാണ്. യേശു ക്രിസ്തുവിൻ്റെ സ്വഭാവം നമ്മളിലും ഉണ്ടാകേണ്ടത് ആവശ്യമാണ്. കാരണം നമ്മൾ ആ ദൈവത്തിൻ്റെ മക്കളാണ്, നമ്മൾ ആ ദൈവരാജ്യത്തിൻ്റെ പൗരന്മാരാണ്. ആ ദൈവരാജ്യത്തിൻ്റെ പൗരന്മാരായിരിക്കുമ്പോൾ ഈ ലോകത്തിൽ ദൈവം നമുക്ക് തന്നിരിക്കുന്ന ഉത്തരവാദിത്തങ്ങളെ നമ്മൾ നിറവേറ്റേണ്ടത് ആവശ്യമാണ്. ഈ ലോകത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി, ഈ ലോകത്തിലെ രാജാക്കന്മാർക്ക് വേണ്ടി, ഈ ലോകത്തിലുള്ള ഭരണാധികാർക്ക് വേണ്ടി, ഇതൊക്കെ പ്രാർത്ഥിക്കുവാൻ വേണ്ടി ദൈവം നമ്മളെ ഏൽപ്പിച്ചിരിക്കുകയാണ്. വീണ്ടും നമ്മൾ മുമ്പോട്ട് നോക്കുമ്പോൾ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത് അടുത്ത കാര്യം ദൈവത്തിൻ്റെ സ്നേഹം പ്രചരിപ്പിക്കുക. യേശു നമ്മളെ ഈ ലോകത്താക്കി വച്ചിരിക്കുന്നത് തൻ്റെ സ്നേഹം മറ്റുള്ളവരുടെ മുമ്പിൽ പ്രദർശിപ്പിക്കുവാനായിട്ടാണ്. യേശു പറഞ്ഞു, നിങ്ങൾ തമ്മിൽ സ്നേഹിക്കുമ്പോൾ നിങ്ങൾ എൻ്റെ ശിഷ്യന്മാരെന്ന് ലോകം അറിയും. യേശു നമ്മളെ പഠിപ്പിച്ചത് മർക്കോസിൻ്റെ സുവിശേഷം അതിൻ്റെ 12-ാം അധ്യായം 31-ാമത്തെ വാക്യത്തിൽ പറയുന്നത്, നിന്നെപ്പോലെ നിൻ്റെ അയൽക്കാരനെയും സ്നേഹിക്കുക എന്ന് പറഞ്ഞ് നമ്മൾ ഈ ലോകത്തിലായിരിക്കുമ്പോൾ വിശ്വാസികളെക്കുറിച്ച് മാത്രമല്ലത് പറയുന്നത്. നമ്മുടെ ചുറ്റിനും താമസിക്കുന്ന ഒരുപക്ഷെ അവിശ്വാസികളായിരിക്കാം, എന്നാൽ അവരെയും സ്നേഹിക്കുവാൻ വേണ്ടിയാണ് ദൈവം നമുക്ക് കൽപ്പന തന്നിരിക്കുന്നത്. അങ്ങനെ നമ്മൾ ദൈവരാജ്യത്തിൻ്റെ ആ സിറ്റിസൺസ് ആയിരിക്കുമ്പോൾ, ദൈവരാജ്യത്തിൻ്റെ പൗരന്മാരായിരിക്കുമ്പോൾ യേശു ക്രിസ്തുവിൻ്റെ സ്നേഹത്തെ പ്രതിഫലിപ്പിക്കുവാൻ വേണ്ടിയാണ് ദൈവം നമ്മളെ ഈ ലോകത്താക്കി വച്ചിരിക്കുന്നത്. യേശു നമ്മളെ സ്നേഹിച്ചു, അതേ സ്നേഹം നമ്മളും മറ്റുള്ളവർക്ക് വേണ്ടി കാണിക്കേണ്ടത് ആവശ്യമാണ്. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 16-ാം വാക്യത്തിൽ നമ്മൾ കാണുമ്പോൾ അവിടെ തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. ദൈവം ലോകത്തെ സ്നേഹിച്ചു. 1 യോഹന്നാന്റെ സുവിശേഷം അതിൻ്റെ 3-ാം അധ്യായം 16-ാമത്തെ വാക്യം വായിക്കുമ്പോൾ അവിടെ എഴുതിയിരിക്കുന്നത്, തൻ്റെ സ്നേഹിതന്മാർക്ക് വേണ്ടി ജീവനെ കൊടുക്കുന്നതിലും വലിയ സ്നേഹമില്ല. ഹല്ലേലൂയ. നമ്മളുടെ ജീവിതത്തിൽ നമ്മുടെ പ്രാണനെ മറ്റുള്ളവർക്ക് വേണ്ടി കൊടുക്കുന്നതിലും വലിയ സ്നേഹം ഇല്ല. കാരണം യേശു നമുക്ക് വേണ്ടി തൻ്റെ ജീവനെ തരുവാനായിട്ടിടയായി തീർന്നു. നമ്മൾ ദൈവരാജ്യത്തിൻ്റെ പൗരന്മാരായിരിക്കുമ്പോൾ ആ ദൈവസ്നേഹം നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഒഴുകുവാനായിട്ടിടയായി തീരണം. ഈ ലോകത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ മറ്റുള്ളവരെ നമുക്ക് വേണ്ടി എന്ത് ചെയ്യണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുവോ അതൊക്കെയും അവർക്ക് ചെയ്യണമെന്നാണ് യേശു നമ്മളെ പഠിപ്പിക്കുവാനായിട്ടിടയായി തീർന്നത്. മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായം 12-ാമത്തെ വാക്യം വായിക്കുമ്പോൾ അവിടെ ഇപ്രകാരം എഴുതിയിരിക്കുന്നത്, മറ്റുള്ളവർ നിങ്ങൾക്ക് ചെയ്യണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നതെല്ലാം നിങ്ങൾ അവർക്കും വേണ്ടി ചെയ്യുവിൻ. ഈ ലോകത്ത് നമ്മൾ ദൈവരാജ്യത്തിൻ്റെ പൗരന്മാരായിട്ട് ജീവിക്കുമ്പോൾ നമ്മളുടെ ജീവിതത്തിലൂടെ ഈ ദൈവത്തിൻ്റെ സ്നേഹം ഒഴുകേണ്ടത് ആവശ്യമാണ്. ഈ ദൈവത്തിൻ്റെ സ്നേഹം മറ്റുള്ളവരുടെ മുമ്പിൽ എത്തേണ്ടത് ആവശ്യമാണ്. പലപ്പോഴും നമ്മുടെ വാക്കുകളിലൂടെ നമുക്ക് സുവിശേഷം പറയുവാൻ കഴിഞ്ഞെന്ന് വരികയില്ല. എന്നാൽ നമ്മുടെ ജീവിതത്തിലൂടെ നമ്മളെ കാണുന്നവർ നമ്മുടെ ജീവിതത്തിലൂടെ ക്രിസ്തുവിനെ കാണുവാൻ ഇടയായിത്തീരണം. ക്രിസ്തുവിൻ്റെ ആ സ്വഭാവം നമ്മുടെ ജീവിതത്തിലൂടെ പ്രതിഫലിപ്പിക്കുവാൻ നമുക്ക് കഴിയണം. അതിനുവേണ്ടിയാണ് ദൈവം നമ്മളെ ഈ ലോകത്ത് വിളിച്ച് ആക്കി വച്ചിരിക്കുന്നത്. അടുത്തത് നമുക്ക് കാണുവാൻ കഴിയുന്നത്, നമ്മൾ പരദേശവാസം ചെയ്യുന്ന രാജ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. നമ്മൾ ഞാൻ ആദ്യം പറഞ്ഞല്ലോ, ഈ ലോകം അല്ലെങ്കിൽ ഈ രാജ്യത്ത് നമ്മളൊരു ഡ്യുവൽ സിറ്റിസനായിട്ട് ജീവിക്കുമ്പോൾ, നമ്മളൊരു പരദേശികളായി ഇവിടെ ജീവിക്കുമ്പോൾ നമ്മൾ ഈ രാജ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. 1 തീമോത്തിയോസിൻ്റെ ലേഖനം അതിൻ്റെ 2-ാം അധ്യായം 1-2 വാക്യങ്ങൾ. 1 തീമോത്തിയോസ് 2:1-2. എന്നാൽ സകല മനുഷ്യർക്കും നാം സർവഭക്തിയോടും ഘനത്തോടും കൂടെ സാവധാനതയും സ്വസ്ഥതയുമുള്ള ജീവനം കഴിക്കേണ്ടതിന്, വിശേഷാൽ രാജാക്കന്മാർക്കും സകല അധികാരസ്ഥന്മാർക്കും വേണ്ടി യാചനയും പ്രാർത്ഥനയും പക്ഷപാതവും സ്തോത്രവും ചെയ്യണമെന്ന് ഞാൻ സകലത്തിലും മുമ്പേ പ്രബോധിപ്പിക്കുന്നു. ഇവിടെ പറയുകയാണ്, എല്ലാറ്റിനും ഒരു എല്ലാ ആളുകൾക്കും, രാജാക്കന്മാർക്കും ഉന്നത സ്ഥാനത്തിരിക്കുന്നവർക്കും അപേക്ഷകളും പ്രാർത്ഥനകളും മധ്യസ്ഥകളും നന്ദിയും അർപ്പിക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. അങ്ങനെ നമുക്ക് എല്ലാവിധത്തിലും ദൈവഭക്തിയും മാന്യതയും നിറഞ്ഞ സമാധാനപരവും ശാന്തമായ ജീവിതം നയിക്കുവാൻ കഴിയും. ഈ ലോകത്ത് നമ്മളായിരിക്കുമ്പോൾ ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് നമ്മുടെ രാജ്യത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി, നമ്മളായിരിക്കുന്ന പട്ടണത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി, നമ്മളായിരിക്കുന്ന ആ സ്റ്റേറ്റിൻ്റെ നന്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ, അല്ലെങ്കിൽ ഭരണാധികാരിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ, അവർക്ക് ജ്ഞാനവും ദൈവികമായിട്ടുള്ള രീതിയിൽ ഭരണം നടത്തുവാനുള്ള ജ്ഞാനം കൊടുക്കുവാൻ വേണ്ടി പ്രാർത്ഥിക്കുവാൻ ദൈവം നമ്മളെ പ്രബോധിപ്പിക്കുന്നു.
പ്രചോദിപ്പിക്കുകയാണ്. ദൈവത്തിൻ്റെ വചനത്തിലൂടെ നമ്മളോട് ദൈവം പറയുന്നത്, നമ്മൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നില്ലെങ്കിൽ എങ്ങനെ ഒരു സ്വസ്ഥമായിട്ടുള്ള ജീവിതം നമുക്ക് ദൈവത്തിൻ്റെ സന്നിധിയിൽ നയിക്കുവാനായിട്ട് കഴിയും. സങ്കീർത്തനം 127 വായിക്കുമ്പോൾ അവിടെ നമുക്ക് കാണുവാൻ കഴിയും, യഹോവ വീട് പണിയുന്നില്ല എങ്കിൽ പണിയുന്നവർ വൃഥാ അധ്വാനിക്കുന്നു. യഹോവ പട്ടണം കാക്കുന്നില്ല എങ്കിൽ കാവൽക്കാരൻ വൃഥാ ജാഗരിക്കുന്നു. അതായത് ദൈവം നമ്മളെ കാക്കുന്നില്ല, ദൈവം നമ്മുടെ പട്ടണത്തെ കാക്കുന്നില്ല, ദൈവം നമ്മുടെ രാജ്യത്തെ കാക്കുന്നില്ല എങ്കിൽ നമ്മളുടെ നമ്മളുടെ കാവൽക്കാരും അല്ല നമ്മുടെ പട്ടാളക്കാരും അവർ ജാഗരിക്കുന്നതൊക്കെ വെറുതെ ആയിത്തീരുമെന്നാണ് ദൈവത്തിൻ്റെ വചനത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. മുമ്പോട്ട് നമ്മൾ നോക്കുമ്പോൾ അടുത്തത്, നമ്മൾ ഈ ലോകത്ത് ദൈവം നമ്മളെ ആക്കി വച്ചിരിക്കുന്നത് ലോകത്തിൻ്റെ ഉപ്പായിട്ടാണ്. ദൈവം നമ്മളെ ഈ ലോകത്ത് ഒരു സംരക്ഷണത്തിന് വേണ്ടി ആക്കി വച്ചിരിക്കുകയാണ്. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 13-ാമത്തെ വാക്യം വായിക്കുമ്പോൾ അവിടെ പറയുകയാണ്, നിങ്ങൾ ഭൂമിയുടെ ഉപ്പാകുന്നു. നമ്മൾ ഓരോരുത്തരെയും നോക്കിക്കൊണ്ട് ദൈവം പറയുന്നത്, നിങ്ങൾ ഭൂമിയുടെ ഉപ്പാണ്. നമ്മൾ സ്വർഗ്ഗരാജ്യത്തിൻ്റെ പൗരന്മാരായി ലോകത്ത് ജീവിക്കുമ്പോൾ ഭൂമിയുടെ ഉപ്പായി തീരുവാനായിട്ടാണ് ദൈവം നമ്മളെ ആക്കി വെച്ചിരിക്കുന്നത്. ഉപ്പിൻ്റെ പല ഗുണങ്ങൾ നമുക്ക് കാണുവാനായിട്ട് കഴിയും. എന്നാൽ ഇവിടെ നമ്മൾ കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത്, ഈ ഒരു പ്രിസർവേറ്റീവ് അല്ലെങ്കിൽ ഒരു സംരക്ഷിക്കുന്ന ഒരു ഗുണമാണ് ഉപ്പിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. ലോത്തിൻ്റെ കാര്യം നമുക്കറിയാം. ഉൽപ്പത്തി പുസ്തകം 18-ാം അധ്യായം 20 മുതൽ 33 വരെയുള്ള വാക്യങ്ങളിൽ നമ്മൾ വായിക്കുമ്പോൾ അവിടെ സോദോം ഗൊമോറയെ നശിപ്പിക്കുവാൻ വേണ്ടി ദൈവം ഇറങ്ങി വന്നപ്പോൾ അബ്രഹാം ദൈവത്തിനോട് പ്രാർത്ഥന കഴിക്കുന്ന ഒരു കാര്യം നമുക്ക് കാണുവാനായിട്ട് കഴിയും. അവിടെ ആദ്യം അബ്രഹാം പറയും, 50 നീതിമാന്മാരുണ്ടെങ്കിൽ ആ പട്ടണത്തെ നശിപ്പിക്കുമോ? ദൈവം പറയും, നശിപ്പിക്കത്തില്ല. അവസാനം ദൈവത്തോട് പറയുന്നത്, 10 നീതിമാന്മാരുണ്ട്, നശിപ്പിക്കുമോ? ദൈവം പറഞ്ഞു, നശിപ്പിക്കത്തില്ല. കാരണം ആ 10 നീതിമാന്മാരുടെ നിമിത്തം ആ പട്ടണത്തെ ദൈവം രക്ഷിക്കുമെന്ന് പറയുവാനായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. എന്ന് വെച്ചാൽ നമ്മളൊരു ദേശത്തായിരിക്കുമ്പോൾ ദൈവം നമ്മളെ ആ ദേശത്തിൻ്റെ സംരക്ഷകരാക്കി വെച്ചിരിക്കുകയാണ്, നമ്മൾ ആ ദേശത്തിൻ്റെ ഉപ്പാക്കി വെച്ചിരിക്കുകയാണ്. കാരണം ആ ദേശത്തെ സൂക്ഷിക്കുവാൻ, ദേശത്തിന് അനർത്ഥം വരുമ്പോൾ നമ്മുടെ നിമിത്തം ആ ദേശത്തെ അനർത്ഥത്തിൽ നിന്ന് ദൈവം വിടുവിക്കുവാനായിട്ടിടയായിത്തീരുന്നു. നമ്മൾ ഇന്ത്യ മഹാരാജ്യത്തിൽ ജീവിക്കുമ്പോൾ നമ്മുടെ രാജ്യത്തൊരു അനർത്ഥം വരുന്നുവെങ്കിൽ നമ്മൾ ഉപ്പായി തീരുന്നില്ല എന്നുള്ളതാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. നമ്മൾ ഉപ്പായി തീരുന്നുവെങ്കിൽ, ഒരു ഉപ്പിൻ്റെ അനുഭവത്തിൽ നമ്മൾ ജീവിക്കുന്നുവെങ്കിൽ നമ്മുടെ ദേശത്ത് വരുന്ന അനർത്ഥത്തിൽ നിന്ന് ദൈവം നമ്മളെ ദേശത്തെ വിടുവിക്കുവാനായിട്ട് ഇടയായിത്തീരും. 7-ാമത്തെ കാര്യം നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്, നമ്മുടെ ചുറ്റുമുള്ള ജനത്തിനു വേണ്ടി ദൈവമുഖം തേടുക, മധ്യസ്ഥത ചെയ്യുക. നമ്മളെ ദൈവം ഈ ലോകത്താക്കി വച്ചിരിക്കുന്നത് നമ്മുടെ ചുറ്റുമുള്ള ആളുകൾക്ക് വേണ്ടി മധ്യസ്ഥത ചെയ്യുവാനും അവരെ ദൈവത്തിന് വേണ്ടി നേടുവാനും വേണ്ടിയാണ്. നമ്മൾ നെഹമ്യാവിൻ്റെ പുസ്തകം അതിൻ്റെ 1-ാം അധ്യായം 5 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ കാണുവാൻ കഴിയുന്നത്, സ്വർഗസ്ഥനായ ദൈവമായ കർത്താവേ, മഹാനും ഭയങ്കരനുമായ ദൈവമേ, നിൻ്റെ ദാസന്മാരായ ഇസ്രായേൽ ജനത്തിനു വേണ്ടി രാവും പകലും നിൻ്റെ മുമ്പാകെ പ്രാർത്ഥിക്കുന്ന നിൻ്റെ ദാസൻ്റെ പ്രാർത്ഥന കേൾക്കേണ്ടതിന് നിൻ്റെ ചെവി ശ്രദ്ധയോടെ കണ്ണു തുറന്നും ഇരിക്കണമേ. ഞങ്ങൾ നിന്നോട് പാപം ചെയ്ത ഇസ്രായേൽ ജനത്തിൻ്റെ പാപങ്ങൾ ഏറ്റുപറയുന്നു. ഇവിടെ നെഹമ്യാവ് ഇസ്രായേൽ ജനത്തിൻ്റെ പാപം ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കുകയാണ്. നമ്മൾ ചുറ്റുപാടുമുള്ള ആളുകളെ നോക്കി പലപ്പോഴും പറയാറുണ്ട്, അവരിങ്ങനെയുള്ള തെറ്റുകൾ ചെയ്യുന്നു, അവർ പാപികളാണ്. എന്നാൽ ഞാൻ പറയട്ടെ, നമ്മൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ അവർക്ക് വേണ്ടി ദൈവത്തോട് അവരുടെ പാപങ്ങളും നമ്മുടെ പാപങ്ങളും ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കുവാനാണ് ദൈവം നമ്മളെ ഈ ലോകത്താക്കി വെച്ചിരിക്കുന്നത്. അതിനുവേണ്ടിയാണ് ദൈവത്തിൻ്റെ രാജ്യത്തിൻ്റെ ആ സിറ്റിസൺഷിപ്പ് തന്ന് ദൈവം നമ്മളെ ഈ ലോകത്ത് നിർത്തിയിരിക്കുന്നത്. നമുക്കറിയാം, ഇന്ന് ലോകത്തിൽ പാപം പെരുകിക്കൊണ്ടിരിക്കുന്ന ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. നമ്മൾ ചുറ്റുപാടും നോക്കുമ്പോൾ കഴിഞ്ഞ കാലങ്ങളിലൊക്കെയും പാപമെന്ന് നമ്മൾ ചിന്തിക്കാത്ത അനേക കാര്യങ്ങളും, ആളുകൾ പാപമെന്ന് ചിന്തിച്ചിരുന്ന അനേക കാര്യങ്ങൾ ഇന്ന് പാപമല്ലെന്ന് ആൾക്കാർ ചിന്തിക്കുന്ന ഒരു കാലത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അങ്ങനെ പാപം പെരുകുന്ന ഒരു കാലഘട്ടത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ നോർമലി മനുഷ്യൻ്റെ ഹൃദയത്തിൽ വരുന്ന ചിന്തയെന്ന് പറഞ്ഞാൽ, അവരൊക്കെ ഈ പാപം ചെയ്യുന്ന ആളുകൾക്കൊരു നാശം സംഭവിക്കണം, അല്ലെങ്കിൽ അവർ ശിക്ഷിക്കപ്പെടണം എന്നുള്ള ഒരു ചിന്തയാണ് സാധാരണ ഗതിയിൽ നമ്മുടെ മനുഷ്യൻ്റെ ഹൃദയത്തിലേക്ക് കടന്നു വരുന്നത്. സ്വർഗ്ഗരാജ്യത്തിൻ്റെ ഒരു സിറ്റിസൺ ആയിരിക്കുമ്പോൾ, ഒരു പൗരനായിരിക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ അവരെക്കുറിച്ച് ഒരു കരുതലാണ് ഉണ്ടാകേണ്ടത്. അവരെ യേശു ക്രിസ്തുവിനെ അറിഞ്ഞ് ഈ ദൈവരാജ്യത്തിൻ്റെ മക്കളായി തീരുവാനൊരു ഭാരം നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഉണ്ടാകേണ്ടത് ആവശ്യമാണ്. നമ്മുടെ ചുറ്റുമുള്ള ആളുകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ഒരു ഹൃദയം നമുക്കുണ്ടാകേണ്ടത് ആവശ്യമാണ്. അടുത്തത്, നമ്മൾ വസിക്കുന്ന രാജ്യത്തിന് വേണ്ടി പോരാടുക. എഫേസ്യ ലേഖനം 6-ാം അധ്യായം 12 മുതൽ 13 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ കാണുന്നത്, നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും ഈ അന്ധകാരത്തിൻ്റെ ലോകാധിപതികളോടും സ്വർലോകങ്ങളിലെ
ദുഷ്ടാത്മസേനയോടും അത്രേ. അതുകൊണ്ട് നിങ്ങൾ ദുർദിവസത്തിൽ എതിർപ്പാനും സകലവും സമാപിച്ചിട്ട് ഉറച്ചു നിൽപ്പാനും കഴിയേണ്ടതിന് ദൈവത്തിൻ്റെ സർവായുധ വർഗം എടുത്തുകൊള്ളുവിൻ. ഇവിടെ നമുക്കൊരു പോരാട്ടമുണ്ട്. ഈ ലോകത്ത് നമ്മൾ ജീവിക്കുമ്പോൾ നമ്മുടെ പോരാട്ടം നമ്മുടെ എന്തെങ്കിലും കാര്യങ്ങൾ നേടുന്നതിന് വേണ്ടിയുള്ളൊരു പോരാട്ടമല്ല. നമ്മളൊരു ആത്മീയ പോരാട്ടത്തിലായിരിക്കുന്നത് നമ്മുടെ ദേശത്തെ രക്ഷിക്കുവാനായിട്ടാണ്. ഈ ലോകത്ത് അനേക ആളുകൾ പാപത്തിൻ്റെ അന്ധകാരത്തിൽ കിടക്കുകയാണ്. അവർക്ക് എങ്ങനെ രക്ഷപ്പെടണമെന്ന് അറിയത്തില്ല. നമ്മൾ പലപ്പോഴും ഔട്ട്റീച്ചിനെ കടന്നു പോകുമ്പോൾ ആളുകളെ കാണുമ്പോൾ നമ്മൾ വളരെ നിസ്സഹായ അവസ്ഥ ഫീൽ ചെയ്യാറുണ്ട്. എങ്ങനെ ഇവരെ ഒന്ന് മനസ്സിലാക്കി ഇവരെ ദൈവസന്നിധിയിലേക്ക് കൊണ്ടുവരുവാൻ കഴിയും, എങ്ങനെ ഇവരെ ദൈവത്തെക്കുറിച്ചൊന്ന് മനസ്സിലാക്കുവാൻ നമുക്ക് കഴിയുമെന്ന് നമ്മൾ പലപ്പോഴും ചിന്തിക്കാറുണ്ട്. എന്നാൽ നമ്മൾ ഒരു പോരാട്ടം അതിനുവേണ്ടി ആവശ്യമാണ്. അതിനുവേണ്ടി ദൈവത്തിൻ്റെ സർവായുധ വർഗം ധരിച്ച് ഈ അന്ധകാര ശക്തികളോട് പോരാടേണ്ടത് ആവശ്യമാണ്. കാരണം ആ ആളുകളെല്ലാം ഈ അന്ധകാര ശക്തി അവരുടെ കണ്ണുകളെ കുരുടാക്കി വെച്ചിരിക്കുകയാണ്. ദൈവത്തിൻ്റെ വചനം വായിക്കുമ്പോൾ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത് ഈ ലോകത്തിൻ്റെ ദൈവം അവിശ്വാസികളുടെ കണ്ണ് കുരുടാക്കി വച്ചിരിക്കുകയാണ്, ദൈവത്തിൻ്റെ സുവിശേഷം പ്രകാശിക്കാതിരിക്കുവാൻ വേണ്ടി. അതിന് നമ്മളൊരു പോരാട്ടം കഴിക്കേണ്ടത് ആവശ്യമാണ്. പ്രാർത്ഥനയിൽ നിരന്തരം അവർക്ക് വേണ്ടി പോരാടി പ്രാർത്ഥിക്കുവാൻ വേണ്ടിയാണ് ദൈവം നമ്മളെ സ്വർഗീയമായിട്ടുള്ള ഒരു വിളി തന്ന് ഈ ലോകത്ത് ആക്കി വച്ചിരിക്കുന്നത്. വീണ്ടും നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത് ഈ ലോകത്തിൽ ദൈവം നമ്മളെ വെളിച്ചമാക്കി വച്ചിരിക്കുന്നു. ഈ ലോകം അന്ധകാരത്തിൽ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഈ ലോകത്തിൽ സഞ്ചരിക്കുന്ന ആളുകൾക്ക് വെളിച്ചം കാണുവാൻ കഴിയുന്നത് അവരെങ്ങോട്ട് പോകുന്നുവെന്ന് അവർ അറിയുന്നില്ല. എന്നാൽ ദൈവം നമ്മളെ വെളിച്ചത്തിൻ്റെ മക്കളാക്കി വെച്ചിരിക്കുകയാണ്. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 14 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ യേശു പറയുന്നു, നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചമാണ്. മറ്റുള്ളവർ നിങ്ങളുടെ നല്ല പ്രവൃത്തികളെ കണ്ട് സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവിനെ മഹത്വപ്പെടുത്തേണ്ടതിന് നിങ്ങളുടെ വെളിച്ചം അവരുടെ മുമ്പിൽ പ്രകാശിക്കട്ടെ. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ദൈവത്തിൻ്റെ വചനം കേൾക്കുമ്പോൾ ദൈവം നമ്മളൊരു വെളിച്ചമായി ലോകത്തിലാക്കി വെച്ചിരിക്കുകയാണ്. നമ്മളെ കാണുന്നവർ നമ്മളിലൂടെ ക്രിസ്തുവിനെ കാണേണ്ടത് ആവശ്യമാണ്. നമ്മളിലൂടെ വെളിച്ചം കണ്ട് അവർ ദൈവത്തിൻ്റെ രാജ്യത്തിലേക്ക് കടന്നു വരേണ്ടത് ആവശ്യമാണ്. അതിനുവേണ്ടി നമ്മളെ തന്നെ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് നമ്മൾ സമർപ്പിക്കേണ്ടത് ആവശ്യമാണ്. യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായം 7-ാം വാക്യത്തിൽ യോഹന്നാൻ ഇപ്രകാരം എഴുതുന്നു, എല്ലാവരിലും അവനിലൂടെ വിശ്വസിക്കേണ്ടതിന് വെളിച്ചത്തെക്കുറിച്ച് സാക്ഷ്യം വഹിക്കാൻ അവൻ സാക്ഷിയായി വന്നു. ഇവിടെ യോഹന്നാൻ സ്നാപകനെക്കുറിച്ച് പറയുകയാണ്, എല്ലാവരും അവനിൽ വിശ്വസിക്കേണ്ടതിന് വെളിച്ചത്തെക്കുറിച്ച് സാക്ഷ്യം വഹിക്കാൻ അവനൊരു സാക്ഷിയായി വന്നു. യേശു ക്രിസ്തു ഈ ലോകത്തിലേക്ക് വെളിച്ചമായി വന്നു. യേശു പറഞ്ഞു, ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു. അതുപോലെ തന്നെ യേശു നമ്മളെ ഓരോരുത്തരെയും നോക്കിയിട്ട് പറയുകയാണ്, നിങ്ങൾ ഓരോരുത്തരും ലോകത്തിൻ്റെ വെളിച്ചമാണ്. നമ്മളെ ദൈവം ഈ ലോകത്ത്, ഈ അന്ധകാരം നിറഞ്ഞ ലോകത്ത് വെളിച്ചമാക്കി വച്ചിരിക്കുന്നു. യേശു ക്രിസ്തുവിലേക്ക് വഴി കാട്ടുവാൻ, ആ സ്വർഗരാജ്യത്തിലേക്കുള്ള വഴികാട്ടികളായി നമ്മൾ ഓരോരുത്തരെയും ഈ ലോകത്ത് ദൈവം നമ്മളെ ആക്കി വച്ചിരിക്കുന്നു. അടുത്തത്, ഈ ലോകത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ നമ്മൾ എത്ര നന്മ ചെയ്ത് ഈ ലോകത്തിൽ ജീവിച്ചാലും സഹപൗരന്മാരിൽ നിന്ന് മോശമായിട്ടുള്ള ഒരു പെരുമാറ്റം നമ്മൾ പ്രതീക്ഷിക്കേണ്ടത് ആവശ്യമാണ്. യേശു ക്രിസ്തുവിൻ്റെ ശിഷ്യന്മാരെ അയച്ചപ്പോൾ ഇപ്രകാരമാണ് പറഞ്ഞത്, നിങ്ങളെ ചെന്നായ്ക്കടെ ഇടയിൽ കുഞ്ഞാടുകളെ പോലെ അയക്കുകയാണ്. നമ്മൾ ഈ ലോകത്ത് ജീവിക്കുന്നത് നല്ല ആളുകളായിരിക്കത്തില്ല. ഒരുപക്ഷെ നമ്മൾ നന്മ ചെയ്താലും തിന്മ നമുക്ക് പകരം ചെയ്യുന്ന ഒരാളുകളുടെ ഇടയിലായിരിക്കാം നമ്മൾ ജീവിക്കുന്നത്. യോഹന്നാന്റെ സുവിശേഷം 16-ാം അധ്യായം 33-ാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു, ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്, എന്നാൽ ധൈര്യപ്പെടുവീൻ, നാം ലോകത്തെ ജയിച്ചിരിക്കുന്നു. നമുക്ക് ഈ ലോകത്തിൽ കഷ്ടതകളുണ്ട്, പ്രയാസങ്ങളുണ്ട്. ഈ ലോകത്ത് നമുക്കറിയാം, ഇന്ന് ഏറ്റവും കൂടുതൽ ക്രിസ്ത്യാനികൾക്ക് പെർസിക്യൂഷൻ അനുഭവിക്കുന്ന ഒരു കാലത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. നമ്മുടെ രാജ്യത്ത് പോലും നമുക്കറിയാം, പല സ്ഥലങ്ങളിലും നേരിട്ട് പോയി സുവിശേഷം പറയുവാൻ പറ്റാത്ത, സുവിശേഷം പറയുന്നതല്ല, ഒരു ബൈബിളും കൊണ്ട് നടക്കുവാൻ പോലും പറ്റാത്ത സാഹചര്യങ്ങളുള്ള ഒരു ദേശത്താണ് നമ്മൾ ജീവിക്കുന്നത്. അപ്രകാരമുള്ള മോശമായിട്ടുള്ള പെരുമാറ്റങ്ങൾ ഈ ലോകത്തിൽ ഉണ്ടാകാം. യേശു ക്രിസ്തു അനേക രോഗികളെ സൗഖ്യമാക്കി, ഭൂതങ്ങളെ പുറത്താക്കി, മരിച്ചവരെ ഉയർപ്പിച്ചു. എന്നാൽ യേശുവിനും അവിടെ വളരെ എതിർപ്പുകളെ അഭിമുഖീകരിക്കേണ്ടതായിട്ട് വന്നു. യേശു ക്രിസ്തുവിന് അപ്രകാരം എതിർപ്പുകളെ അഭിമുഖീകരിക്കേണ്ടി വന്നുവെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ എത്രമാത്രം നമുക്ക് എതിർപ്പുകൾ ഉണ്ടാകാം. അതുകൊണ്ട് ഈ ലോകത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ നമ്മുടെ ഈ ലോകത്തിലെ പൗരന്മാർ, നമ്മൾ സ്വർഗീയ പൗരന്മാരായിരിക്കുന്നതോടൊപ്പം നമ്മൾ ഈ ലോകത്തെ പൗരന്മാരായി ഇവിടെ ജീവിക്കുമ്പോൾ നമ്മളുടെ ചുറ്റുപാടുമുള്ള പൗരന്മാരിൽ നിന്ന് മോശമായിട്ടുള്ള പെരുമാറ്റങ്ങൾ നമുക്കുണ്ടാകാം. എന്നാൽ അതിൻ്റെയൊക്കെയും മധ്യത്തിൽ ജയം നൽകുന്ന ദൈവത്തിലാണ് നമ്മൾ ആശ്രയിക്കുന്നത്. കാരണം യേശു ലോകത്തെ ജയിക്കുവാനായിട്ടിടയായിത്തീർന്നു. ആ ജയം യേശു നമുക്കും നൽകിയിരിക്കുന്നു. ആ ജയം പ്രാപിച്ച നമ്മൾ ഓരോരുത്തരും ഒരു നിത്യരാജ്യത്തിന് വേണ്ടി കാത്തുകൊണ്ടിരിക്കുകയാണ്. അവസാനമായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നത്, വരാനിരിക്കുന്ന നഗരത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് നിങ്ങളുടെ നഗരത്തെ സേവിക്കുക. നമുക്ക് ദൈവം വരുവാനുള്ള ഒരു നഗരം വെച്ചിരിക്കുന്നു. ആ നഗരത്തെ ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് നമുക്ക്
വായിക്കാം. എബ്രായ ലേഖനം 13-ാം അധ്യായം 14-ാം വാക്യത്തിൽ ഇപ്രകാരം എഴുതിയിരിക്കുന്നു: എന്തെന്നാൽ ഇവിടെ നമുക്ക് നിലനിൽക്കുന്ന നഗരമില്ല, മറിച്ച് വരുവാനിരിക്കുന്ന നഗരത്തെയാണ് നാം അന്വേഷിക്കുന്നത്. ഹല്ലേലൂയ. ഒരു ക്രിസ്ത്യാനി എന്ന നിലയിൽ, ഒരു മകൻ എന്നുള്ള നിലയിൽ, ഒരു ദൈവ പൈതൽ എന്നുള്ള നിലയിൽ ഈ ലോകത്തിൽ നമുക്ക് നിലനിൽക്കുന്നതായിട്ടുള്ള ഒന്നുമില്ല. ഈ ലോകത്തിലുള്ളതെല്ലാം മാറിപ്പോകും. എന്നാൽ നിലനിൽക്കാത്ത, ദൈവം അടിസ്ഥാനമിട്ട് ദൈവം ശില്പിയായി നിർമ്മിച്ച ഒരു നഗരത്തിന് വേണ്ടിയാണ് നമ്മൾ ഓരോരുത്തരും നോക്കി പാർക്കുന്നത്. ഹല്ലേലൂയ. അതാണ് നമ്മുടെ ഏറ്റവും വലിയ പ്രത്യാശ എന്ന് പറയുന്നത്. ഈ ലോകത്തിൽ നമുക്ക് എന്തൊക്കെ ഭൗതിക നന്മകൾ ലഭിച്ചാലും, എന്തെല്ലാം അനുഗ്രഹങ്ങൾ ലഭിച്ചാലും അതെല്ലാം ഉപേക്ഷിച്ച് ഒരു ദിവസം നമ്മൾ ഈ ലോകത്തെ വിട്ടു പോകേണ്ടത് ആവശ്യമാണ്. എന്നാൽ സ്വർഗീയ പൗരന്മാരായി നമ്മൾ ഈ ലോകത്ത് ജീവിക്കുമ്പോൾ ദൈവത്തിന് നമ്മളെക്കുറിച്ചൊരു ഉദ്ദേശമുണ്ട്. ദൈവം നമ്മളെ ആ നിത്യരാജ്യത്ത് നമ്മളെ എത്തിക്കുവാൻ വേണ്ടിയാണ് നമ്മളെ വിളിച്ചിരിക്കുന്നത്. ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനമുള്ളതുമായ നഗരത്തിന് വേണ്ടി നമ്മൾ കാത്തിരിക്കുന്നു. നമ്മുടെ പൗരത്വം എവിടെയാണ്? നമ്മുടെ പൗരത്വം സ്വർഗത്തിലാണ്. ദൈവം നമുക്ക് വേണ്ടി അവിടുന്ന് വരുന്നു നമ്മളെ ചേർക്കുവാനായിട്ട്. ഇന്ന് പകൽക്കാലം ദൈവവചനങ്ങളാൽ നമ്മളെ അനുഗ്രഹിക്കട്ടെ. ഇന്നത്തെ ഈ സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമായി തീർന്നു എന്ന് ഞങ്ങൾ ആത്മാർത്ഥമായി വിശ്വസിക്കുന്നു. ഇതുപോലെയുള്ള അനുഗ്രഹിക്കപ്പെട്ട സന്ദേശങ്ങൾ തുടർന്നും കേൾക്കുവാൻ ദയവായി ഞങ്ങളുടെ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. അതിലൂടെ നമ്മുടെ രക്ഷിതാവും കർത്താവും വീണ്ടെടുപ്പുകാരനുമായ യേശു കർത്താവുമായിട്ടുള്ള ദൃഢമായ ബന്ധത്തിൽ വളരുവാൻ അത് കാരണമായി തീരട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. മറക്കാതെ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ.